ഇടുക്കി ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ട്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. അതേസമയം ഇടുക്കിയിൽ മഴ മാറി നിൽക്കുന്ന സാഹചര്യം. അണക്കെട്ടുകളിലെ ജലനിരപ്പ് താഴ്ന്നു. മുല്ലപ്പെരിയാർ ജലനിരപ്പ് 138 അടിയായി കുറഞ്ഞു. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജില്ലയിൽ രാത്രികാല യാത്രയ്ക്കും നിരോധനം നിലനിൽക്കുന്നു. വിവരങ്ങളുമായി അനീഷ് പി എ ചേരുന്നുണ്ട്. അനീഷ്, ജില്ലയിൽ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം, അതോടൊപ്പം തന്നെ ജില്ലയിൽ റെഡ് അലർട്ട് നിലനിൽക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. എന്താണ് ഈ ഒരു മണിക്കൂറിൽ നൽകാൻ കഴിയുന്ന കൂടുതൽ വിവരങ്ങൾ അനീഷ്? ഷിബിൻ, ഇന്ന് ജില്ലയിലെ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നാൽ ജില്ലയിൽ എവിടെയും ഇന്ന് രാവിലെ മുതൽ മഴ പെയ്യാത്ത ഒരു സാഹചര്യമാണ്. തെളിഞ്ഞ അന്തരീക്ഷമാണ് ഇപ്പോഴുള്ളത്. എങ്കിലും തുലാവർഷമായതിനാൽ തന്നെ ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴ ഉണ്ടാകുവാനുള്ള ഒരു സാധ്യതയാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ ആവശ്യമായ മുൻകരുതലുകൾ ജില്ലാ ഭരണകൂടം ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് സ്കൂളുകൾക്ക് അവധി നൽകിയിട്ടുണ്ട്. അതിനാൽ തന്നെ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും എല്ലാം പ്രത്യേക നിർദ്ദേശവും ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുണ്ട്. ഈ ജലാശയങ്ങളിലൊക്കെ കുട്ടികൾ ഇറങ്ങുവാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്ത് അത്തരത്തിലുള്ള പ്രവൃത്തികളിൽ നിന്നും കുട്ടികളെ മാറ്റി നിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുവാൻ വേണ്ടി അധ്യാപകർ ഈ നിർദ്ദേശത്തെ തുടർന്ന് സ്കൂൾ ഗ്രൂപ്പുകളിലും രക്ഷിതാക്കൾക്കും ഒക്കെ തന്നെ നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകർക്ക്, ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള നഴ്സുമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് ഇന്ന് അവധിയിൽ പ്രവേശിപ്പിക്കാതെ എല്ലാ ആശുപത്രികളിലും ആരോഗ്യ കേന്ദ്രങ്ങളിലും അവരുടെ സേവനം ജില്ലാ ഭരണകൂടം, ജില്ലാ കളക്ടർ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ദുരന്ത നിവാരണ സേനയുടെ അംഗങ്ങൾ, അതുപോലെ തന്നെ മറ്റ് സന്നദ്ധ സേനയുടെ പ്രവർത്തകരെ, ഇവരെയെല്ലാം സജ്ജമാക്കി നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ജില്ലയിലുള്ളത്. ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് 3 മണിയോട് കൂടിയിട്ടാണ് മഴ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രവചനം ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ളത്. ഉച്ചവരെയും തെളിഞ്ഞ അന്തരീക്ഷമാണെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിനാൽ തന്നെ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് മലയോര ജില്ലയിൽ നൽകിയിട്ടുള്ളത്. 3 ജില്ലകൾക്കാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാണ് ഇടുക്കി ജില്ല. ഇതിനാൽ തന്നെ പ്രത്യേകിച്ച് ഈ മലയോര മേഖലകളിൽ കഴിഞ്ഞ ദിവസം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ മേഖലകളിലൊക്കെ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. സന്നദ്ധ സംഘടനകള്, സന്നദ്ധ സേനാ പ്രവർത്തകര്, ഫയർഫോഴ്സ്, പോലീസ് ഇവരോടെല്ലാം സ്ഥിതിഗതികൾ അതാത് സമയം നിരീക്ഷിച്ച് റിപ്പോർട്ട് നൽകുവാനുള്ള ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ തോട്ടങ്ങളിലൊക്കെ പണി ചെയ്യുന്ന ആളുകളെ നേരത്തെ തോട്ടങ്ങളിൽ നിന്ന് പറഞ്ഞു വിടുവാനുള്ള നിർദ്ദേശവും നൽകി ഉണ്ട്. എന്താണെങ്കിലും ഇപ്പോൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ലെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷവും രാത്രിയിലും ശക്തമായ മഴ ഉണ്ടാകുവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതേസമയം പ്രധാന ഡാമുകളിലെല്ലാം ജലനിരപ്പ് ഇപ്പോൾ നിയന്ത്രണ വിധേയമായ നിലയിൽ തന്നെയാണുള്ളത്. പ്രത്യേകിച്ച് മുല്ലപ്പെരിയാർ ഉൾപ്പെടെയുള്ള ഡാമുകളിൽ റൂൾ കർവിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് ഷട്ടറുകൾ തുറന്നു വെച്ച ഒരു സാഹചര്യം. അതായത് പുറത്തേക്ക് ഒഴുകുന്ന ജലത്തേക്കാൾ കുറവാണ് ഇപ്പോൾ ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന ജലമെന്നാണ് ഇപ്പോൾ KSEB അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഇതിനാൽ തന്നെ ഇടുക്കി ഡാം, അതുപോലെ തന്നെ മുല്ലപ്പെരിയാർ ഉൾപ്പെടെയുള്ള ഡാമുകളിലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല എന്നാണ് ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നിരുന്നാൽ കൂടി ഉച്ചയ്ക്ക് ശേഷം മഴയുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിരിക്കുന്നു. ഷിബിൻ, വിവരങ്ങൾ നൽകുകയായിരുന്നു അനീഷ് പി എ. മറ്റു വാർത്തകളിലേക്ക് വരാം, ഇടവേള.